റമദാനിനെ വരവേൽക്കാനായിട്ട് വീടൊക്കെ നല്ല സെറ്റാക്കിയിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവില്ലേ എല്ലാവരും. റമദാനാണെങ്കിൽ വരുന്നതേ ഓർമ്മയുള്ളൂ. എത്ര പെട്ടെന്ന് 3 നോമ്പായത് അല്ലേ. അതല്ലെങ്കിലും അങ്ങനെ തന്നെ അല്ലേ, പെട്ടെന്ന് തീർന്നു പോവും. പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? ഇത് നമ്മുടെ പുണ്യ റമദാനിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഞാൻ അസ്ര നമസ്കാരത്തിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാ തവണയും സ്നാക്സ്, കടികൾ അങ്ങനെയൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കുക ചെയ്യുക. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മുടെ ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഫ്രൂട്ട്സ് കട്ട് ചെയ്യൽ, ജ്യൂസ് അതൊക്കെ ആദ്യം അങ്ങ് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു. കാര്യം ലാസ്റ്റ് നമ്മൾ ഹറി ബെറിയാവുന്ന സംഭവമാണല്ലോ അതൊക്കെ. അപ്പോൾ ഇതാ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡും അതുപോലെ തന്നെ ഒരു ഡ്രിങ്കും അബൂദ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രിങ്കില്ലേ, അതാണ് നമ്മൾ ഷെയ്ക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എഗ്ഗ് വെച്ചിട്ട് ഒരു എഗ് റോളും, പിന്നെ നമ്മുടെ മീനടയും, സോറി മീനടയല്ല കേട്ടോ, ഞാൻ ബീഫാണ് വെച്ചത്. അപ്പോൾ അത് ബീഫടയാണല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എണ്ണയൊന്നും യൂസ് ചെയ്യാട്ടോ, നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇഫ്താറിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ടേബിളിൽ സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ബാങ്ക് കൊടുക്കാനുള്ള ടൈമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തുള്ള പ്രേയറിന് ഉത്തരം കിട്ടുന്ന കേട്ടോ പറയുക. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് എല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക. അതിനുശേഷം എല്ലാം ടേബിളിൽ കൊണ്ടുപോയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചു. അപ്പോൾ ഇതിൻ്റെ എല്ലാം റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലുണ്ട്, ആവശ്യമുള്ളവർ ഫുൾ വീഡിയോ കണ്ടു നോക്കുക. അപ്പോഴേ റമദാനിന് അങ്ങനെ ഓടിപ്പോകാൻ സംഭവിക്കണ്ട കേട്ടോ. മാക്സിമം ഖുർആൻ ഓതിയിട്ടും ഇബാദത്ത് എടുത്തിട്ടും അങ്ങനെ മുതലാക്കിയിട്ട് അങ്ങ് വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും നോമ്പ് തുറക്കട്ടെ.